എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിളിലെ ICTയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പർ റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ് ദാറ്റ് അലൗസ് ഫോർ ആഡിങ് മീഡിയ അറ്റാച്ച്മെൻറ്റ് ടു ആൻ ഇമെയിൽ ഈസ് കോൾഡ്. അതായത് ഒരു ഇമെയിലോട്ട് നമ്മൾ മീഡിയ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ അത് അലോ ചെയ്യുന്ന ആ ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡിന് എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈ DHCP HDMI FTP. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്, മൈം ആണ്. മൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ എന്നാണ്. അതായത് ഇതൊരു ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡാണ്. അതായത് ഈ ഒരു മൈം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മൈമാണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുമല്ലോ. അപ്പം അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സൊക്കെ കീപ്പ് ചെയ്യുന്നത് ഇതാണ്. അതായത് നമുക്ക് ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ് എന്നിവയൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. മോഡേൺ ഇമെയിൽ സിസ്റ്റത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പാർട്ടായിട്ടാണ് ഈ മൈമിനെ കാണുന്നത്. അതായത് ഇതാണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സും അതുപോലെ തന്നെ മൾട്ടിമീഡിയ കോണ്ടൻറ്റുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. DHCP എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്നുള്ളതാണ്. ഇതൊരു നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് IP അഡ്രസ്സുകൾ അസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ മറ്റ് കോൺഫിഗറേഷൻ പാരാമീറ്റേഴ്സും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നത് നെറ്റ്വർക്കിലെ ഡിവൈസുമായിട്ടുള്ള കോൺഫിഗറേഷൻ പാരാമീറ്റേഴ്സ് എല്ലാം മാനേജ് ചെയ്യുന്നതാണ്. HDMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നുള്ളതാണ്. ഇത് കമ്പ്യൂട്ടറിലെ ഒരു പോർട്ടാണ്. ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലോട്ട് ഹൈ ക്വാളിറ്റി ഡിജിറ്റൽ വീഡിയോസും ഓഡിയോ സിഗ്നൽസും ഒക്കെ സെൻഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണക്ടറാണിത്. FTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരു ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ആ ഒരു ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 മാൽവെയേഴ്സ് ആണ്. റാൻസംവെയർ, സ്പൈവെയർ, വോം, ട്രോജൻ ഹോഴ്സ് എന്നിവയാണ് തന്നിരിക്കുക. ലിസ്റ്റ് 2 ഡെഫിനിഷൻസ് ആണ്. സോഫ്റ്റ്വെയർ ദാറ്റ് മോണിറ്റേഴ്സ് ആൻഡ് റെക്കോർഡ് ദ ആക്ഷൻസ് ഓഫ് ടാർഗറ്റഡ് യൂസേഴ്സ്. എ സ്മോൾ പീസ് ഓഫ് കോഡ് ദാറ്റ് മിസ്ലീഡ്സ് യൂസേഴ്സ് ഓഫ് ഇറ്റ്സ് ട്രൂ ഇന്റന്റ് ബൈ ഡിസ്കസിംഗ് ഇറ്റ്സെൽഫ് ആസ് എ ലെജിറ്റിമേറ്റ് പ്രോഗ്രാം ആൻഡ് ഇൻഫെക്ട്സ് യുവർ കമ്പ്യൂട്ടർ വെൻ യു ആർ റണ്ണിംഗ്. സോഫ്റ്റ്വെയർ ദാറ്റ് ലോഗ്സ് ഡേറ്റ ഫയൽസ് ആൻഡ് ഡിമാൻഡ്സ് എ മോണിറ്ററി പേയ്മെന്റ് ഇൻ എക്സ്ചേഞ്ച് ഫോർ അൺലോക്കിംഗ്. എ പീസ് ഓഫ് കോഡ് ദാറ്റ് റിപ്ലിക്കേറ്റ്സ് ഇറ്റ്സെൽഫ് ടു അതർ ഡിവൈസസ് വിത്തൗട്ട് യൂസർ ഇൻട്രാക്ഷൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് റാൻസംവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഡേറ്റ ഫയൽസിനൊക്കെ ലോക്ക് ചെയ്തിട്ട് നമ്മളോട് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മളോട് മണി ചോദിക്കാം. നമ്മുടെ കാര്യങ്ങൾ ഇത് ലോക്ക് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ആ ലോക്ക് മാറ്റണമെങ്കിൽ നമ്മളോട് പേയ്മെൻറ്റ് ചോദിക്കുകയാണ് റാൻസംവെയർ ചെയ്യുന്നത്. സ്പൈവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൈ വർക്ക് ചെയ്യുക, അതായത് ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിൻ്റെ ആക്ഷൻസും റെക്കോർഡ് ചെയ്യുകയും അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറിനാണ് നമ്മൾ സ്പൈ വർക്ക് ചെയ്യുന്നതാണ്. വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെ ഇൻട്രാക്ഷൻ ഇല്ലാണ്ട് തന്നെ ഡിവൈസിൽ റിപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് വോം എന്ന് പറയുന്നത്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ആദ്യം തോന്നും ഇത് നല്ല ഒരു ഇതാണ് എന്ന് നമ്മൾ തോന്നും. അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അതിനുശേഷം ഇത് നമ്മുടെ കമ്പ്യൂട്ടറിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ റൺ ചെയ്യുന്ന ആ ഒരു മലേഷ്യസ് ആയിട്ടുള്ള കണ്ടന്റാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അഡ്വാൻറ്റേജസ് ഓഫ് കൊമേഴ്സ് ഫോർ കൺസ്യൂമേഴ്സ്. അതായത് കൊമേഴ്സ് കൊണ്ട് കൺസ്യൂമേഴ്സിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേ സേവ് ടൈം ബൈ വിസിറ്റ് വെബ്സൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോഴ്സ്. അതായത് നമ്മുടെ ടൈം സേവ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്റ്റോറിലൊന്നും പോയി ഒത്തിരി കഷ്ടപ്പെടേണ്ട, വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദേ ഹാവ് ലിറ്റിൽ റിസ്ക് ഓഫ് ഹാവിങ് ദെയർ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഈസ് ഇൻ്റർസെപ്റ്റഡ്. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള, നമ്പർ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു റിസ്ക് കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേ ക്യാൻ ചൂസ് ഗുഡ്സ് ഫ്രം എനി വെൻഡർ ഇൻ ദ വേൾഡ്. അതായത് നമുക്ക് ഗുഡ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും എവിടെ നിന്ന് വേണമെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലൊക്കേഷനോ ടൈമോ കണ്ടീഷൻസോ ഒന്നും നോക്കാണ്ട് തന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ഇത് നമ്മുടെ ടൈം സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ
ലൊക്കേഷനോ ടൈമോ കണ്ടീഷൻസോ ഒന്നും ബാധകമില്ലാണ്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ കൊമേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ തെറ്റായിട്ട് വരുന്നത് ബി ആണ്. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Next question, if LM represents a number L in base M number system, then identify the correct ascending order of the following numbers A to D when converted to decimal number system. അതായത് ഇവിടെ വ്യത്യസ്ത തരം ബേസ് നമ്പറിലുള്ള നമ്പേഴ്സുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിനെ അസെൻഡിങ് ഓർഡറിൽ, അതായത് ചെറുത് തൊട്ട് വലുത് വരെ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബേസ് 4-ൽ 102, ബേസ് 2-ൽ 10001, ബേസ് 6-ൽ 103, ബേസ് 3-ൽ 201 എന്നിവയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ അത് നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് 102 ബേസ് 4-ലാണ് തന്നിരിക്കുന്നത്. സോ 1 × 4⁻2 + 0 × 4⁻1 + 2 × 4⁻0 60 + 2 18 എന്ന് കിട്ടും. ഇനി ബി ബൈനറി നമ്പറിലാണ് തന്നിരിക്കുന്നത്. 10001 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്പറെല്ലാം എഴുതി അതിനുശേഷം ഓരോന്നിൻ്റെ താഴെ എഴുതി. അതായത് 1, 2, 2 × 4, 4 × 2, 8, 8 × 2, 60 എഴുതി. അതിനുശേഷം നമ്മൾ 1ൻ്റെ താഴെയുള്ള നമ്പേഴ്സ് മാത്രം എടുത്തിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുക. അപ്പം 1ൻ്റെ താഴെ 61 ആണ് വരുന്നത്. അപ്പോൾ 60 + 1 = 17 എന്ന് കിട്ടി. ഇനി മൂന്നാമത് വരുന്ന ബേസ് 6-ൽ 103 ആണ് തന്നിരിക്കുന്നത്. സോ 1 × 6⁻2 + 0 × 6⁻1 + 3 × 6⁻0 36 + 3 = 39 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നത് ബേസ് 3-ൽ 201 ആണ്. സോ 2 × 3⁻2 + 0 × 3⁻1 + 1 × 3⁻0 80 + 1 = 90 എന്ന് കിട്ടും. അപ്പോൾ നമ്മളോടിത് അസെൻഡിങ് ഓർഡറിൽ ചെറുത് തൊട്ട് വലുത് വരെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം ഏത് വരും? ആദ്യം വരുന്നത് നമ്മുടെ ബി ആണ്. അതിനുശേഷം എ വരും, അതിനുശേഷം ഡി വരും, പിന്നെ സി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോണിക് ടെക്നോളജി ഈസ് ദ കീ ടെക്നോളജി ഫോർ മേക്കിംഗ് ദ 4th ജനറേഷൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ? അതായത് 4th ജനറേഷൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്റർ ബേസ്ഡ്, IC ബേസ്ഡ്, വേക്യൂം ട്യൂബ് ബേസ്ഡ്, മൈക്രോ പ്രോസസ്സർ ബേസ്ഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4th ജനറേഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 4th ജനറേഷനിൽ വരുന്നത് ഓപ്ഷൻ 4 ആണ്, മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് ആണ്. 4th ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അത് 1971 മുതലാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മൈക്രോ കമ്പ്യൂട്ടർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ മൈക്രോ പ്രോസസ്സർ വന്നതോടുകൂടി കമ്പ്യൂട്ടറിൻ്റെ CPU നമുക്ക് ഒറ്റ സിലിക്കൺ ചിപ്പിലോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് Intel 404 എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് VLSI, അതായത് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ സർക്യൂട്ട് എന്നുള്ളതാണ്. ഇൻ്റർനെറ്റ് സംവിധാനമൊക്കെ ആരംഭിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ തലമുറയിലെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ആപ്പിൾ II, IBM PC എന്നിവയെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെനി വെബ്സൈറ്റ് റിക്വയർ ദ ഫോളോയിങ് ടു ബി കംപ്ലീറ്റഡ്. I am not a robot. This is an example of which data issue? അതായത് I am not a robot എന്ന് പറയുന്നത് ഏത് ഡേറ്റ ഇഷ്യൂ ആണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്യുറസി, മാച്ചിങ്, ക്വാളിറ്റി, സെക്യൂരിറ്റി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, സെക്യൂരിറ്റി ആണ്. I am not a robot എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അതായത് ഈ ഓട്ടോമാറ്റഡ് ബോട്ട്സിൽ നിന്ന് ഹ്യൂമൻ യൂസേഴ്സിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട്, അതായത് ഇത് യൂസ് ചെയ്യുന്ന ഹ്യൂമൻ യൂസേഴ്സ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതായത് നമ്മൾ സ്പാം, അതുപോലെ തന്നെ അക്കൗണ്ട് ക്രിയേഷൻ അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട് ആണ് ഈ ഒരു സംഭവം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹ്യൂമൻ യൂസേഴ്സ് ആണോ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെരിഫൈ ചെയ്തിട്ട് ബാക്കിയുള്ള ഓൺലൈൻ സർവീസസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷനാണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സീക്വൻസ് ഓഫ് വേർഡ്സ് A to E ദാറ്റ് കറക്റ്റ്ലി ഫിൽസ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് പാരഗ്രാഫ്. അതായത് നമുക്ക് A തൊട്ട് E വരെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിവിടെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡാഷ് ഈ സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറി ലൊക്കേറ്റഡ് ഇൻ ദ CPU ഇറ്റ്സെൽഫ്. അതായത് CPU തന്നെ കാണപ്പെടുന്ന ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ഈസ് എ ഫോം ഓഫ് ഫ്രോം ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദ എംബഡഡ് ഡിവൈസ് സച്ചസ് വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ എക്സെട്ര. അതായത് നമ്മൾ സ്മാർട്ട് ഫോണിൽ, വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന
ഒരു ഫോം ഓഫ് റോം ഉണ്ട്, അതേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ PC ടു സ്റ്റോർ ദ ടൈനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൾഡ് ദ ബയോസ്. അതായത് ബയോസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളുടെ PC-യിലുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ഈസ് എ സ്റ്റോറേജ് അലോക്കേഷൻ സ്കീം ഇൻ വിച്ച് സെക്കൻഡറി മെമ്മറി ക്യാൻ ബി അഡ്രസ്ഡ് ത്രൂ ഇറ്റ് വേർ എ പാർട്ട് ഓഫ് ദ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയുടെ ഭാഗമാണ്, അതൊരു സ്റ്റോറേജ് അലോക്കേഷൻ സ്കീമാണ്. അതേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് വെരി ഫാസ്റ്റ് മെമ്മറി ദാറ്റ് ഈസ് യൂസ്ഡ് ടു ടെമ്പറലി ഹോൾഡ് ഡേറ്റ അബൌട്ട് കറൻ്റ്ലി റണ്ണിങ് പ്രോഗ്രാം. അതായത് ഒരു ഫാസ്റ്റ് മെമ്മറിയാണ്, അത് ആ ഒരു ടൈമിൽ എന്താണ് നടക്കുന്നത് അതിന് ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെമ്മറിയാണ്. അതേതാണ് ചോദിച്ചിരിക്കുന്നത്. റോമ, റാമ, ക്യാഷെ മെമ്മറി, ഫ്ലാഷ് മെമ്മറി, വെർച്വൽ മെമ്മറി എന്നിവയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. അതായത് ക്യാഷെ മെമ്മറി ഈസ് എ സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറി ലൊക്കേറ്റഡ് ഇൻ ദ CPU ഇറ്റ്സെൽഫ്. അതായത് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നതാണ് CPU-യിൽ കാണപ്പെടുന്ന സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. ഫ്ലാഷ് മെമ്മറി ഈസ് എ ഫോം ഓഫ് റാം ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദ എംബഡഡ് ഡിവൈസ് സച്ചസ് വാഷിംഗ് മെഷീൻ ആൻഡ് സ്മാർട്ട് ഫോൺ. വാഷിംഗ് മെഷീനിൽ സ്മാർട്ട് ഫോണിൽ കാണപ്പെടുന്ന റോമിൻ്റെ ഫോമാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റോം ഈസ് എ മെയിൻലി യൂസ്ഡ് ഇൻ ദ PC ടു സ്റ്റോർ ദ ടൈനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൾഡ് ദ ബയോസ്. ബയോസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ റോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വെർച്വൽ മെമ്മറി ഈസ് എ സ്റ്റോറേജ് അലോക്കേഷൻ സ്കീം ഇൻ വിച്ച് സെക്കൻഡറി മെമ്മറി ക്യാൻ ബി അഡ്രസ്ഡ് ത്രൂ ഇറ്റ് വേ പാർട്ട് ഓഫ് ദ മെയിൻ മെമ്മറി. അതായത് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നതാണ്, അതൊരു സ്റ്റോറേജ് അലോക്കേഷൻ സ്കീമാണ്, അത് മെയിൻ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്താണ് പോകുന്നത്. ഇനി ലാസ്റ്റ് ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് വെരി ഫാസ്റ്റ് മെമ്മറി ദാറ്റ് ഈസ് യൂസ്ഡ് ടു ടെമ്പറലി ഹോൾഡ് ഡേറ്റ അബൌട്ട് കറൻ്റ്ലി റണ്ണിങ് ദ പ്രോഗ്രാം. അത് റാം ആണ്. റാൻഡം ആക്സസ് മെമ്മറി റാം എന്ന് പറയുന്നത് ഒരു അസ്ഥിര മെമ്മറിയാണ്. മൈക്രോ പ്രോസസ്സറിന് ഡേറ്റ സംഭരിക്കാനും തിരിച്ചയക്കാനും സാധിക്കുന്ന ഒരുതരം മെമ്മറിയാണിത്. CPU പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റയോ നിർദ്ദേശങ്ങളോ റാമിനുള്ള നിർബന്ധമായി ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറിയാണിത്. വോൾട്ടൈൽ മെമ്മറി എന്നറിയപ്പെടുന്നു. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. സ്ഥിരമായിട്ടുള്ളതും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ്. ഇതിൽ നിന്ന് ഡേറ്റ വീണ്ടെടുക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും വൈദ്യുതിബന്ധം നിലച്ചാലും ഇതിലെ ഉള്ളടക്കം മാഞ്ഞു പോകാൻ നിലനിൽക്കുന്നു. അതിനാൽ ഇത് നോൺ വോൾട്ടൈൽ മെമ്മറി എന്നറിയപ്പെടുന്നു. ബയോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ബൂട്ടപ്പ് പ്രോഗ്രാം റോമിൽ അടങ്ങിയിരിക്കുന്നു. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴോ ബൂട്ടപ്പ് ചെയ്യുമ്പോഴോ ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മെമ്മറിയിൽ സ്ഥലപരിമിതി ഉള്ളപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമേജിനറി മെമ്മറിയാണിത്. യാഥാർത്ഥ്യത്തിൽ ലഭ്യമായ മെമ്മറിയേക്കാൾ കൂടുതൽ മെമ്മറി ഇത് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു സ്മോൾ ആയിട്ടുള്ളത് ഹൈ സ്പീഡ് മെമ്മറിയാണ്. ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റാസാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതുപയോഗിച്ച് ഇത് കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് സ്പീഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് CPU മെയിൻ മെമ്മറിയും തമ്മിലുള്ള ആ ഒരു ഇതിൻ്റെ അകത്തൊരു ബഫറായിട്ട്, ഇത് തമ്മിലുള്ള ആ ബന്ധത്തിലൊരു ബഫറായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് നോൺ വോൾട്ടൈൽ ആയിട്ടുള്ള ഒരു സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ടെക്നോളജിയാണ്. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഡേറ്റ റിട്ടേൺ ചെയ്യും എന്നുള്ളതാണ്. ഇത് USB ഡ്രൈവേഴ്സിലും SSDയിലും മെമ്മറി കാർഡിലൊക്കെ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് L in base number system represents a number L in base M number system, then which of the following numbers are equivalent to 1960 base number system? അതായത് ഇവിടെ നമുക്ക് ബേസ് 60-ലുള്ള ഒരു 19 എന്ന് പറയുന്ന നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പം അതിനോട് ഈക്വലായിട്ട് വരുന്ന താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബേസ് 2-ൽ വരുന്ന 11001 ഉണ്ട്, ബേസ് 3-ൽ വരുന്ന 201 ഉണ്ട്, ബേസ് 4-ൽ വരുന്ന 121 ഉണ്ട്, ബേസ് 5-ൽ വരുന്ന 101 ഉണ്ട്, ബേസ് 10-ൽ വരുന്ന 25 ഉണ്ട്. സോ ഇത്രയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 90 ഇൻ ബേസ് 60യോട് ഈക്വലായിട്ട് വരുന്നത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ ബേസ് 60-ലുള്ള 90-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് നമ്മൾ അതിനെ ഡെസിമലോട്ട് മാറ്റുക, ബേസ് 10-ലോട്ട് മാറ്റുക. സോ അതിനായിട്ട് 1 × 60⁻1 + 90 × 6⁻0 = 60 + 9 = 25 എന്ന് കിട്ടും. അതായത് 25-ന് അല്ലെങ്കിൽ 25 റിസൾട്ട് വരുന്ന ഏതൊക്കെ ബേസ് നമ്പറാണ് ഉള്ളതെന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി നമ്പർ സിസ്റ്റത്തിലാണ് 110012 എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ബൈനറിയിൽ നിന്ന് സാധാരണ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുതി 1
0 0 1 1 എന്ന് എഴുതി. 1ൻ്റെ താഴെ 1 കൊടുത്തു, 0യുടെ താഴെ 2 കൊടുത്തു, 0യുടെ താഴെ 4 കൊടുത്തു, 1ൻ്റെ താഴെ 8 കൊടുത്തു, 1ൻ്റെ താഴെ 60 കൊടുത്തു. ഇനി 1ൻ്റെ താഴെ വരുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 60 + 8 + 1 = 25. സോ എ എന്ന് പറയണത്, അതായത് ബേസ് 2-ലെ 11001 ഈക്വലാണ് ബേസ് 60-ലെ 90 എന്ന് പറയുന്നത്. സോ അപ്പോൾ എ കറക്റ്റ് ആൻസർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ബി നോക്കാം. ഇവിടെ ബേസ് 3-ലുള്ള 201 ആണ് തന്നിരിക്കുന്നത്. സോ 2 × 3^2 + 0 × 3^1 + 1 × 3^0 = 80 + 1 എന്ന് കിട്ടും. അതായത് 90, 19. അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ് വരുന്നത് ബേസ് 4-ലെ 121 ആണ്. സോ 1 × 4^2 + 2 × 4^1 + 1 × 4^0 = 60 + 8 + 1 = 25. സോ സി എന്ന് പറയണത്, അതായത് ഈ ബേസ് 4-ലെ 121ഉം ബേസ് 60-ലെ 90 ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഡി, അത് നമുക്ക് ബേസ് 5-ൽ 101 ആണ് തന്നിരിക്കുന്നത്. 1 × 5^2 + 0 × 5^1 + 1 × 5^0 = 25 + 1 = 26. അതിൻ്റെ ആൻസർ 25 അല്ല. സോ അത് ഈക്വൽ അല്ല. ഇനി നെക്സ്റ്റ് വരുന്ന ലാസ്റ്റാണ് ബേസ് 10-ൽ 25 ആണ്. സോ 2 × 10^1 + 5 × 10^0 = 20 + 5 = 25 എന്ന് കിട്ടി. അപ്പം ഈയും കറക്റ്റാണ്. അതായത് ബേസ് 60-ലെ 90നോട് ഈക്വൽ ആയിട്ട് വരുന്നത് ബേസ് 2-ലെ 11001, ബേസ് 4-ലെ 121, ബേസ് 10-ലെ 25 എന്നീ നമ്പേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1-ലെ കമ്പ്യൂട്ടർ ടൈംസ് ആണ് മദർ ബോർഡ്, BIOS, CMOS, HTTP. ലിസ്റ്റ് 2-ലെ പർപ്പസ്, സ്റ്റോർ ദ ഡേറ്റ്, ടൈം ആൻഡ് സിസ്റ്റം കോൺഫിഗറേഷൻ ഫോർ BIOS, allow processor and other hardware to function, communicate with each other, transfer the contents of web pages into a web browser for viewing, initialize and test the system hardware components and loads and operating system when a computer is turned on. നമുക്കിവിടെ മദർ ബോർഡ്, BIOS, CMOS, HTTP എന്നിവയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡേറ്റയും ടൈമും സ്റ്റോർ ചെയ്യുകയും BIOSന് വേണ്ടി സിസ്റ്റം കോൺഫിഗറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രോസസ്സറിനെയും മറ്റ് ഹാർഡ്വെയർസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഫംഗ്ഷൻ റെഡിയാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് വെബ് പേജസിലെ കണ്ടൻറ്റിൽ വെബ് ബ്രൗസറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട്. ഇനി ലാസ്റ്റ് വരുന്നത് സിസ്റ്റം ഹാർഡ്വെയറിനെയും കമ്പോണൻസിനെയും ടെസ്റ്റ് ചെയ്യുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ലോഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓൺ ആയി കഴിയുമ്പോൾ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. അതായത് മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ദ കണ്ടൻറ്റ് ഓഫ് വെബ് പേജ് into web browser for viewing. BIOS initialize and test the system hardware components and loads on operating system when a computer is turned on. CMOS store the data, time and system configuration for BIOS. HTTP allow processor and other hardware to function and communicate with each other. അതായത് നമ്മുടെ മദർ ബോർഡാണ് വെബ് പേജസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പാകത്തിന് ആക്കി തരുന്നത്. ഇനി BIOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ കുറച്ച് നേരം മുമ്പ് തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ് BIOS എന്ന് പറയണത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ലോഡ് ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. സിസ്റ്റം ഹാർഡ്വെയർ കമ്പോണൻസിനൊക്കെ ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. CMOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BIOSൻ്റെ കോൺഫിഗറേഷന് വേണ്ടി ഡേറ്റയും ടൈമും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അലൗസ് എ പ്രോസസ്സർ ആൻഡ് ഹാർഡ്വെയർ ടു ഫങ്ഷൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച്. അതായത് പ്രോസസ്സറും മറ്റ് ഹാർഡ്വെയർസും തമ്മിൽ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനൊക്കെ ആയിട്ട് അനുവദിക്കുന്നതാണ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്